ഹായ് ഫ്രണ്ട്സ്, മദാരി മോട്ടോഴ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മാർക്കറ്റിൽ അത്യാവശ്യം ഡിമാൻഡുള്ള ഒരു സ്വിഫ്റ്റ് ഡിസയറുകളാണ്. 3 വണ്ടികളാണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. 2009 മോഡലുണ്ട്, 2016 മോഡലുണ്ട്, 2011 മോഡലുണ്ട്. 3 വണ്ടികളും ഡീസൽ എഞ്ചിനാണ്. വീഡിയോ ആണ് 3 വണ്ടികളുടെ ഓപ്ഷൻ വരുന്നത്. 2009 വണ്ടിയിലേക്ക് നോക്കുകയാണെങ്കിൽ സിൽക്ക് ഗോൾഡിലാണ് വണ്ടിയുടെ കളർ വരുന്നത്. നല്ല 4 അലോയ് വരുന്നുണ്ട്. യാതൊരു മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നുമില്ല. 1,33,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. 3ാമത്തെ ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ട് റിവേഴ്സ് ക്യാമറ ഉണ്ട്, ആൻഡ്രോയിഡ് സ്റ്റീരിയോ വരുന്നുണ്ട്. നല്ല ക്വാളിറ്റിയോടുള്ള വണ്ടി തന്നെയാണ് 2009 വരുന്നത്. 2016 വണ്ടിയാണെങ്കിൽ 94,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. ഇതും യാതൊരു മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നുമില്ല. ഗ്രേ കളറാണ് വരുന്നത്. ഇതിന് നല്ല 4 കിടിലൻ അലോയ് വരുന്നുണ്ട്. ടയർ ഭാഗങ്ങളിലേക്ക് നോക്കുകയാണെങ്കിലും ആവറേജ് ടയറും കാര്യങ്ങളൊക്കെ വണ്ടിക്കുണ്ട്. യാതൊരു മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് ഇല്ല. ഇതിനും റിവേഴ്സ് ക്യാമറയും സ്ക്രീനും കാര്യങ്ങളൊക്കെ ഇതിനും വരുന്നുണ്ട്. ഈ 2011 മോഡലാണെങ്കിലും വൈറ്റിലാണ് വണ്ടി വരുന്നത്. ഇതും ഡീസൽ എഞ്ചിൻ തന്നെയാണ്. വീഡിയോ ഓപ്ഷനാണ്. ഇതിനും 4 കിടിലൻ അലോയ് വരുന്നുണ്ട്. പിന്നെ റിവേഴ്സ് സെൻസർ വരുന്നുണ്ട്. യാതൊരു മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നുമില്ല. 1,46,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. 1,46,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. 3 വണ്ടികളും നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി തന്നെയാണ്. നല്ല കിടിലൻ വണ്ടികൾ തന്നെയാണ് 3 വണ്ടികൾ. 2009 മോഡൽ സ്വിഫ്റ്റ് ഡിസൈറിന്റെ ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ നീറ്റ് ആൻഡ് ക്വാളിറ്റി തന്നെയാണ് വണ്ടി ഉള്ളത്. അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ്രോയിഡ് സ്റ്റീരിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സീറ്റ് കവർ ആണെങ്കിലും നല്ല ക്വാളിറ്റി സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടോപ്പിലേക്ക് നോക്കുകയാണെങ്കിലും വൃത്തിയോടെ തന്നെയാണ് ടോപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത്. സ്റ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ മേജറായിട്ട് സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല. നല്ല ക്വാളിറ്റിയോടെ തന്നെയാണ് സ്റ്റീരിയർ ഭാഗമൊക്കെ ഉള്ളത്. നമ്മൾ വില ഉദ്ദേശിക്കുന്നത് 2,27,000 രൂപയാണ്. ചെറുതായിട്ട് നെഗോഷ്യബിളായി ചെയ്ത് കൊടുക്കാവുന്നതാണ്. അടുത്ത നമുക്ക് വരുന്നത് 2016 ഡിസയറാണ്. ന്യൂ മോഡലാണ് വരുന്നത്. സെക്കൻഡ് ജനറേഷനിലാണ്. ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിലും അത്യാവശ്യം വൃത്തിയോടെ തന്നെയാണ്. നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ് വണ്ടി ഉള്ളത്. ഡാഷ്ബോർഡൊക്കെ ഡുവൽ കളറിലുണ്ട്. സീറ്റ് കവർ ആണെങ്കിലും നല്ല ക്വാളിറ്റി സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടോപ്പിൽ നോക്കുകയാണെങ്കിലും വൃത്തിയും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. എക്സ്റ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിലും ചെറിയ രീതിയിലുള്ള ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളുണ്ട്. അല്ലാതെ മേജർ ആക്ഷൻ ഒന്നുമില്ല. ഇത് നമ്മൾ വില ഉദ്ദേശിക്കുന്നത് 4,95,000 രൂപയാണ്. ഇത് നമുക്ക് ചെറുതായിട്ട് നെഗോഷ്യബിളായി ചെയ്ത് കൊടുക്കാവുന്നതാണ്. അടുത്ത് നമുക്ക് വരുന്നത് 2011 മോഡലാണ്. ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിലും നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി തന്നെയാണ്. നല്ല ക്വാളിറ്റി സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല വൃത്തിയുണ്ട്. ഡാഷ്ബോർഡ് ആണെങ്കിലും സീറ്റ് കവർ ആണെങ്കിലും റൂഫിലൊക്കെ നോക്കുകയാണെങ്കിലും നല്ല ക്ലീൻ തന്നെയാണ് വണ്ടി ഉള്ളത്. എക്സ്റ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിലും സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും കാണാനൊന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഇത് 2ാമത്തെ ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് 2,60,000 രൂപയാണ്. ഇത് നമുക്ക് ചെറുതായിട്ട് നെഗോഷ്യബിളായി ചെയ്തു കൊടുക്കാവുന്നതാണ്. 3 വണ്ടികളുടെയും കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ പെട്ടെന്ന് വിളിച്ചോളെ. നമ്മൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് കൊള്ളുവങ്ങാട് എന്ന സ്ഥലത്താണ്. അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.